ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഇഫ്താർ കോംബോ ആണ് കാണിക്കുന്നത്. നല്ലൊരു മുട്ട കൊണ്ട് എഗ് പെരി പെരി പോളയും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള തലശ്ശേരി സ്പെഷ്യൽ ഫലൂദ കച്ചതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മുടെ പെരി പെരി പോളയിലേക്ക് വേണ്ടിയിട്ട് 3 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ ഭയങ്കര ചെറുതാക്കണ്ട. നമ്മൾ കടിക്കാൻ കിട്ടുന്ന പാകത്തിനല്ല ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ചെറിയൊരു പെരി പെരി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 12 വറ്റൽ മുളക് ഒരു 10-20 മിനിറ്റ് മുന്നേ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മുളക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഏകദേശം ഒരു 15 വരെ ഇടാം കേട്ടോ. ഞാനിപ്പം 12 തന്നെ ഇട്ടിട്ടുള്ളൂ. ഓരോ മുളകിന് വ്യത്യാസം ഉണ്ടാവില്ല എരിവൊക്കെ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു സവാളയുടെ ഒരു 1/4 ഭാഗത്തോളം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്ലി വെളുത്തുള്ളി ആയിട്ട് ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/4 കപ്പ് നിറയെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ക്യുമിൻ സീഡ് പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇല്ല നമ്മൾ പിസയ്ക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ നീരും പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിനീഗർ ഇട്ട് കൊടുത്താലും മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കേണ്ടതായിട്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പെരി പെരി എഗ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി മസാലയിൽ ചേർത്തിട്ടുണ്ട്, അത് ഓർക്കണം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിലും വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പെരി പെരി മസാലയിൽ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ മസാല ചേർത്ത് കഴിഞ്ഞാൽ, കാരണം ആ ഒരു മസാല കരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ല അതും കൂടി മൊത്തത്തിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ട ഒരുപാട് അങ്ങനെ ഉടയുണ്ട് കേട്ടോ. നമുക്കിത് പോളയിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല. ഏകദേശം 2 മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു മുളകിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയില്ലേ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടുക, അത്രേ പരിപാടിയുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിന് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെരി പെരി മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ പോളയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ വേണ്ടിയെങ്കിൽ 1 കപ്പ് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മാത്രം മതി. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ പൊടിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ പാലിൻ്റെ അളവിൽ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിന് പകരം ബട്ടർ ഇല്ല, അൺസാൾട്ടഡ് ബട്ടർ എടുത്താലും മതി. പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. സാധാരണ പോള സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ നേരെ പകുതിയോളം, ഏകദേശം കറക്റ്റ് പകുതിയോളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അടി കരിയാതെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഫോയിൽ എന്തെങ്കിലും വെച്ച് ഹോളുള്ള അടപ്പാൻ നിന്നിട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഏകദേശം 2-3 മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കട്ടെ. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ആറി വരും. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇട്ട് കൊടുക്കട്ടെ. ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് സൈഡിലേക്ക് തട്ടണ്ട, കാരണം സൈഡ് സെറ്റായി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇല്ലാതിരിക്കുക. സൈഡിൽ ഓവർ ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവില്ല അത് മൊത്തത്തിലായിട്ട് ഈ സൈഡിൽ കൂടി ആദ്യം തുടങ്ങിയിട്ട് മൊത്തത്തിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സ്പാച്ചില വെച്ചിട്ട് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കാം, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സെർവ് ചെയ്ത് വെച്ചാലും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നിട്ട് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റൊക്കെ വേണം കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഫ്ലെയിമിൻ്റെയും പാൻ്റെയും വലുപ്പത്തിനനുസരിച്ച് ടൈമിങ്ങിൽ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം.
അങ്ങനെ ഇതാ കറക്റ്റ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പോള സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് വേറൊരു പാനിലേക്ക് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ പോള നോക്കിയാൽ നമ്മുടെ അടിഭാഗമൊന്നും അങ്ങനെ അടിയിൽ പിടിക്കുകയോ ഒന്നുമില്ല, നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ പെരി പെരി എഗ് പോള റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല മൊഞ്ചില്ല, അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു പ്രത്യേക രുചിയുള്ളൊരു മസാലയാണ്. അങ്ങനെ ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെരി പെരി പോള റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഫലൂദ കച്ചിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫലൂദ കച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിക്സ് ആദ്യം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കിയിട്ട് ആദ്യം തന്നെ സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഫലൂദ കച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പച്ചവെള്ളം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാലിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം കുറക്കുകയും കൂട്ടും നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള പാലായതുകൊണ്ടാണ് 1/4 കപ്പ് ഒഴിച്ചിട്ടുള്ളത്. ഓവർ വെള്ളം പോലത്തെ പാലാണെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരുപാടൊന്നും വേണ്ട. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ പട്ട ചേർക്കുമ്പോൾ ഒരുപാട് വലിയ പീസ് ചേർക്കണ്ട കേട്ടോ, ഓവർ ഫ്ലേവർ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സ് ആക്കി പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടായിട്ട് വരട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ടായി പാലൊന്ന് തിളക്കാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജില്ലേ, ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ മിക്സിൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു മൈദയുടെ മിക്സ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈദയുടെ മിക്സ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മിനിറ്റ്, ഒരു 3 മിനിറ്റ് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മൈദയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി ഈ ഒരു ഡ്രിങ്ക് നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല കേട്ടോ. നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത്, അത്രയ്ക്കും ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു മൈദയുടെ പച്ച ടേസ്റ്റ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പെർഫെക്റ്റ് ഡ്രിങ്ക് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇതാ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ചും വരണം കേട്ടോ ഇളക്കുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3-3.5 മിനിറ്റോളം എന്തായാലും തിളപ്പിച്ചെടുക്കണം മാക്സിമം. അങ്ങനെ ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് ഇടയ്ക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക, കുറച്ച് വെക്കുക, ആ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1-2 പിഞ്ച് ഉപ്പ്, ഒരുപാടൊന്നും വേണ്ട, ആ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നോക്കിയേ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് കറക്റ്റാണ് കേട്ടോ, കുടിക്കാൻ പാകമാണ്. മൈദ കൂടിക്കഴിഞ്ഞാൽ തിക്നെസ് കൂടിപ്പോവും, അപ്പോൾ കുടിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതാ നമ്മുടെ ഡ്രിങ്കിന് ഒന്നുകൂടി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും ചെറിയുള്ളിയൊക്കെ ഒന്നങ്ങ് വറുത്തിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നെയ്യിൽ ചെറുതായിട്ട് കട്ടിയിട്ട് ചെറിയുള്ളി ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഇതും കൂടി ഇനി നമ്മുടെ ഡ്രിങ്കിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക, സെർവ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പരിപാടികളും ഇതും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഇട്ട് കൊടുക്കണം ഈ ഒരു സ്റ്റെപ്പും കൂടി. അങ്ങനെ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഫ്താർക്കാവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്